കട്ടപ്പന നഗരസഭാ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ പദവികളിൽ ധാരണയായി. ഇടുക്കിയിൽ ഇന്ന് നടന്ന DCC യോഗത്തിലാണ് തീരുമാനം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോയി വെട്ടിക്കുഴി കട്ടപ്പന നഗരസഭ അധ്യക്ഷനാകും. ഇക്കാലയളവിൽ UDF-ലെ ലീലാമ ബേബി വൈസ് ചെയർപേഴ്സൺ സ്ഥാനം വഹിക്കും. കട്ടപ്പന നഗരസഭയിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-ാം തീയതി നഗരസഭാ കാര്യാലയത്തിൽ നടക്കും. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വത്തിലാണ് ഇപ്പോൾ കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വത്തിനാണ് ഇപ്പോൾ വിരാമം ആയിരിക്കുന്നത്. ആദ്യ ടൈമിൽ കട്ടപ്പന നഗരസഭ 21-ാം വാർഡ് പള്ളിക്കവലിൽ നിന്ന് വിജയിച്ചു വന്ന ജോയി വെട്ടിക്കുഴി ചെയർമാനാകും. നിലവിൽ ഇദ്ദേഹം UDF ജില്ലാ ചെയർമാനുമാണ്. വൈസ് ചെയർപേഴ്സണായി 29-ാം വാർഡ് ITയിൽ നിന്ന് വിജയിച്ചു വന്ന ലീലാമ ബേബിയാണ് DCC തീരുമാനിച്ചിരിക്കുന്നത്. ചെയർമാൻ സ്ഥാനവും ചെയർപേഴ്സൺ സ്ഥാനവും ടേം വ്യവസ്ഥയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യ 3 വർഷം ജോയി വെട്ടിക്കുഴി ചെയർമാനാകും. തുടർന്നുള്ള 2 വർഷം UDF-ലെ തോമസ് മൈക്കിളിനാണ് ചെയർമാൻ സ്ഥാനം. കട്ടപ്പന നഗരസഭ 32-ാം വാർഡ് സുവർണഗിരിയിൽ നിന്നുമാണ് തോമസ് മൈക്കിൾ വിജയിച്ചു വന്നിരിക്കുന്നത്. UDF-ന് 20, LDF-ന് 13, BJP-ക്ക് 2 എന്നിങ്ങനെയാണ് കട്ടപ്പന നഗരസഭയിലെ കക്ഷിനില. ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26-ാം തീയതി കട്ടപ്പന നഗരസഭയിൽ വെച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും ഉച്ചകഴിഞ്ഞ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമാണ് നടക്കുന്നത്. ജില്ലയിലെ 2 നഗരസഭകളിലേക്കുള്ള വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പാർട്ടിപരമായ തീരുമാനങ്ങളും ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കട്ടപ്പനയിലെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റിയാണ് കട്ടപ്പന. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിൻ്റെയും സംയുക്ത യോഗം DCC ഓഫീസിൽ ചേർന്ന് മുനിസിപ്പൽ ചെയർമാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം വൈസ് ചെയർപേഴ്സണായി ശ്രീമതി ലീലാമ ബേബിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്ത ഒരു നഗരസഭ എന്ന് പറയുന്നത് തൊടുപുഴയാണ്. തൊടുപുഴയിലെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൂടി ചേരുമ്പോൾ മാത്രമേ അവിടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇടുക്കി DCC പ്രസിഡന്റ് CP പാത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കേരള കോൺഗ്രസ് നേതാവ് മനോജ് തോമസ് ആയിരുന്നു പള്ളിക്കവല വാർഡിൽ ജോയി വെട്ടിക്കുഴിക്കെതിരെ മത്സരിച്ചത്. ഇവിടെ 53 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജോയി വെട്ടിക്കുഴി വിജയിച്ചു വന്നത്. 65 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് IT വാർഡിൽ നിന്നും ലീലാമ ബേബി വിജയിച്ചത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.